ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനൊരു കുറച്ച് വലിയൊരു യത്നത്തിലേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് രാശിപ്രകാരം നിങ്ങളുടെ ജനന രാശിപ്രകാരം നിങ്ങൾക്ക് നമ്മുടെ 2025 എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിൽ എടുക്കാൻ പോവാണ്. എനിക്ക് കുറച്ച് നീണ്ട റീഡിങ്സ് ആവും. അപ്പം അത് കാരണം എല്ലാ രാശിയും കൂടി ഒന്നിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നുണ്ട് എനിക്ക്. എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം. ഓക്കെ, അതും നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ബന്ധങ്ങൾ അതിനെക്കുറിച്ചുള്ളതും രണ്ടും ഇടും. ഓക്കെ, അപ്പം നിങ്ങൾ ഫുൾ വീഡിയോ കാണുക. ഓക്കെ, ഫുൾ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളുടെ രാശിപ്രകാരം കണ്ടാൽ മതി. നമുക്ക് ചിങ്ങരാശിയിൽ നിന്ന് തുടങ്ങാം. അതായത് നിങ്ങളുടെ ജനനം ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം 4 ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ലോങ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ 3 കട്ട് ചെയ്യും. നോക്കാം എനിക്ക് പറ്റുന്ന പോലെ. ഓക്കെ, ഞാനത് ലാസ്റ്റ് ഞാൻ താഴെ കൊടുക്കാം ഏതൊക്കെ രാശികളാണ് ഇടുന്നതെന്ന്, എത്ര എണ്ണം ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതോറും വീഡിയോ ഒരുപാട് ലോങ് ആവും. എനിക്ക് അത്രയ്ക്ക് ആക്കാൻ ആഗ്രഹമില്ല. ആൻഡ് ഇപ്പോൾ 3 ദിവസം ഇനി കണ്ടിന്യൂസ്, 3-4 ദിവസം ഇനി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ രാശിയുടെ വരും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ചിങ്ങം, കന്നി, തുലാം, ചിലപ്പോൾ വൃശ്യവും കൂടെ ഇതിലിടോ അറിയില്ല, ഞാൻ നോക്കട്ടെ പറയാം. ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ. ഐ മീൻ നമ്മുടെ കമൻറ്റിൽ ഞാൻ കൊടുക്കും. ഓക്കെ, നിങ്ങൾ ജനിച്ചത് ആദ്യം നമുക്ക് തുടങ്ങുന്നത് ചിങ്ങരാശിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ജനിച്ചത് ചിങ്ങരാശിയിലാണെങ്കിൽ, അതായത് മകം, പൂരം, ഉത്രം, ആദ്യത്തെ കാൽഭാഗം. ഓക്കെ, ഇത്രയും പേർക്ക് നിങ്ങൾക്കുള്ള 2025 എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. ആൻഡ് നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ വേറെ ആയിട്ടും ഞാൻ എടുക്കും, ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഗം കാണാം. ഓക്കെ, അപ്പോൾ ചിങ്ങരാശി, മകം, പൂരം, ഉത്രം, കാൽഭാഗം, ആദ്യത്തെ കാൽ. ഓക്കെ, നിങ്ങളുടെ മലയാളം മാസം അറിയില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് എടുത്ത് കലണ്ടർ എടുത്ത് നോക്കുക. നിങ്ങൾ ഗൂഗിൾ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. മലയാളം നിങ്ങളുടെ ഡേറ്റ്, ഇംഗ്ലീഷ് ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഏത് മലയാള രാശിയിൽ, അറിയാത്തവർക്ക് കേട്ടോ, മിക്കവാർക്കും അറിയാം എന്നാലും. ഓക്കെ, ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യത്തെ കാൽഭാഗം. നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. 4 ഓഫ് കപ്സ് ആണ്, 3 ഓഫ് വോൺസ് ആണ്, നൈറ്റ് ഓഫ് കപ്സ്, പേജ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്, അത്രയും കാണുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ 2025 ഇതൊരു ഫുൾ ഇയറിൻ്റെ ആയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, 2 തവണ. ഓക്കെ, നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യത്തിനെ മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അതിനുവേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തോ വെയിറ്റിംഗ് എനർജിയിലുണ്ട്. പ്ലാനിങ് ആണ് മെയിനായിട്ട് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ആ ഒരു എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ വേണം എന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലത് വരുമ്പോൾ ഒന്നും വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾ എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ബട്ട് അത് ഒരു കണക്കിന് നല്ല തന്നെയാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ പ്ലാൻ വെച്ച് ഗോൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ല തന്നെയാണ്. ഓക്കെ, ബട്ട് എന്ന് വെച്ച് മറ്റുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ട എന്നുള്ളൊരു അഡ്വൈസ് ഇവിടെ ഉണ്ട്. ഓക്കെ, എന്ന് വെച്ച് വേറെയും ഓപ്പർച്യൂണിറ്റീസ് മുമ്പിലുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പോൾ എല്ലാം എടുത്ത് ശ്രമിക്കാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് വരും എന്ന് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ഓഫറാണ്, പേജ് ഓഫ് പെന്റിക്കിൾസും ഓഫറാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ ജോലിയുടെ ഓഫർ വരുന്നതായിട്ട്, ഒരു പുതിയ ജോബ് ഓഫർ, അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ പറയാം. യെസ്, എല്ലാം എന്തിനെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. എന്തെങ്കിലും പണം വേണ്ടി വരും അതിന്. ഓക്കെ, പണം ഇട്ട് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ തയ്യാറാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ബിസിനസ്സിലായാലും നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് അങ്ങനെയും പറയാം. എനിക്ക് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടും പറയാം. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ അതിന് വേണ്ട കാര്യം, നിങ്ങൾക്ക് ആഗ്രഹത്തിൻ്റെ എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം, അതിന് വേണ്ടി നിങ്ങൾ കുറച്ച് എഫേർട്ടായാലും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ചെയ്യും.
കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോകുന്ന ഒരു തരത്തിൽ എനിക്ക് കാണുന്നുണ്ട്. എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ച് നമ്മൾ പോകുന്ന ഒരു ഇത് പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നതല്ല, ബട്ട് എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ചില ചെറിയ നഷ്ടങ്ങൾ പിന്നിൽ വന്നേക്കാം. ഓക്കെ, ബട്ട് ആ നഷ്ടങ്ങളെ മറികടന്ന് നിങ്ങൾ പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്ത ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ഓക്കെ, അതിലൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല, ഒന്നാമത്തെ കാര്യം. ആൻഡ് നിങ്ങൾ വേറെ അത് കാരണം നിങ്ങൾക്ക് ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറ്റം വരും. അതിനുവേണ്ടി നിങ്ങൾ പ്ലാനിങ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ സക്സസ്സിലേക്ക് എത്തും. സക്സസ്സിലേക്ക് എത്തുമെന്ന് തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ജോലി അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ, അബ്രോഡ് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. അതിനേക്കാൾ കൂടുതൽ ചിലത് നിങ്ങൾ വിട്ട് വേറെ എന്തെങ്കിലും പോകുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ചിലത് നിങ്ങൾക്ക് നഷ്ടം വരും, പക്ഷെ ആ ഒരു നഷ്ടം വരുന്നതും നിങ്ങൾക്ക് നല്ലതിനായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തപ്പോൾ വിട്ട് കളയുകയാണെങ്കിൽ മോശമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വേണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് നല്ലതിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ഇവിടെ എനിക്ക് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് നടക്കും എന്ന രീതിയിലാണ് കാണുന്നത്. പ്ലാനിങ് ചെയ്യുക അതിന്. ഓക്കെ, അതൊരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുത്തോളാം. നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കും. ഇനി 2025 കാര്യമാണ് പറയുന്നത്. കുറച്ച് കാർഡ്സ് കൂടി എടുത്തേക്കാം. ഇത് മകം, പൂരം, ഉത്രം, കാൽഭാഗം കേട്ടോ. ഞാൻ ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങളെങ്ങാൻ ഫോർവേഡ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അല്ലേ. ഓക്കെ, 5 wands, 2 of cups, എംപ്രസ്. ഓക്കെ, നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പാർട്ട്ണർഷിപ്സ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് പാർട്ട്ണർഷിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ എന്ന രീതിക്കും എടുക്കാം. ഓക്കെ, ഫ്രണ്ട്സ് എന്ന രീതിക്കും പറയാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, നിങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. 5 of wands പറയുന്നത് നിങ്ങൾക്ക് ക്ലാഷസ് വരാതെ ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള വാർണിംഗ്, നിങ്ങൾ ക്ലാഷസ് വരാതെ ശ്രദ്ധിക്കാം മറ്റുള്ളവരുമായിട്ട്. മേ ബി പാർട്ട്ണർഷിപ്പിലൊക്കെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കാനുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക നിങ്ങൾ. അതായത് എപ്പോൾ ഫൈറ്റ് ചെയ്യണം, എപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ട, എന്ത് കാര്യത്തിൽ നമ്മൾ എന്താ പറയുക, മറ്റുള്ളവരെ ഏത് കാര്യത്തിൽ നമ്മൾ ഇടപെടണം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അതായത് എവിടെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടുന്ന് മാറി നിൽക്കണം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. എനിക്ക് അത് നിങ്ങൾക്കൊരു വാർണിംഗ് ആയിട്ടുണ്ട് ഇവിടെ. പാർട്ട്ണർഷിപ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. പക്ഷെ സ്മൂത്തായിട്ട് പോകും. ഓക്കെ, നിങ്ങൾക്ക് കൂടെ ആളുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ബട്ട് ചില സമയത്ത് ചില ക്ലാഷസ് വരാനുള്ള സാധ്യതയാണ്, അപ്പോൾ സൂക്ഷിക്കുക. ആൻഡ് ഇവിടെ എംപ്രസ് ഉണ്ട്. നിങ്ങൾക്കൊരു ഗ്രോത്ത് ആണ് കാണുന്നത്, നിങ്ങളുടെ ലൈഫിലൊരു ഗ്രോത്ത് എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് ഹയർ പൊസിഷൻസ് ആഗ്രഹിക്കുന്നവർക്ക് ഹയർ പൊസിഷൻ ജോലിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റീസ്. ഇതിപ്പോൾ ചിലവർക്ക് മാരേജ് എന്ന രീതിയിൽ പറയാം, കുട്ടികളാവുന്ന രീതിയിൽ പറയാം. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആൾക്കാരാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് കുട്ടികളാവാനുള്ള ചാൻസ് ആണ്. അല്ലാത്തവർക്ക് നിങ്ങൾക്കൊരു മാരേജ് ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ജോലി അങ്ങനത്തെ കരിയറിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, ലെവൽ അപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് കാണുന്നത്. ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, ആ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്യാൻ നിങ്ങൾ അത് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ചില അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. ഓക്കെ, ഡെസിഷൻസ് എടുക്കുന്ന കാര്യം കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓവറോൾ എനർജി ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റി വരും എന്തായാലും. അതാണ് ഇപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് കാണുന്നത്. നിങ്ങൾ ചില പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും അതിനെ പർസ്യൂ ചെയ്യാനും അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ പറയാം. ചിങ്ങം മാസം, മകം, പൂരം, ഉത്രം, കാൽഭാഗം. നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ്, നിങ്ങളുടെ ലൈഫിൽ അതിനെക്കുറിച്ച് അറിയേണ്ട ആഗ്രഹമുള്ള ആൾക്കാർ. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ വേറെ ഡെക്ക് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഹൈറോഫന്റ്, ഏസ് ഓഫ് സോർഡ്സ്, 9 of coins, 6 of coins, 6 of cups. Wow. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്ക് മാരേജ് ഓപ്പർച്യൂണിറ്റി ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. മാരേജ് പോസിബിലിറ്റി കുറച്ച് പേർക്ക് കാണുന്നുണ്ട്. ഹൈറോഫന്റും 9 of Pentacles പറയുമ്പോൾ നമുക്കൊരു നമ്മൾ കുറെ കൂടി ലൈക്ക് ഒരു മാരേജിൽ എൻ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ് പറയാറ്. ആൻഡ് ഇവിടെ വേറെയും 1-2 ഉണ്ടായിരുന്നു. ഓക്കെ, ഏസ് ഓഫ് കോയിൻസ് ഉണ്ട്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എനിക്ക് ഏസ് ഓഫ് പെൻറ്റിക്കിൾസും പറയുന്നത് നമ്മളൊരു മാരേജ് ഓഫറിൻ്റെ കാര്യമാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ശ്രമിക്കുന്ന മീൻസ് ഇപ്പം നിങ്ങൾക്ക് മാരേജ് പോസിബിലിറ്റി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് ഓഫർ വരുന്നതായിട്ട് ഈ വർഷം 2025 നിങ്ങളുടെ മാരേജ് നടക്കാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ മാരേജ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും. ഓക്കെ, ഓഫേഴ്സ് വരും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ഐ തിങ്ക് സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാവും.
റിലേഷൻഷിപ്പ് ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, അതിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എനിക്ക് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഐ തിങ്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായ കുറച്ച് ഗുണങ്ങൾ നിങ്ങൾക്ക് കാണും. ഓക്കെ, നിങ്ങൾ ഇതുവരെ എഫേർട്ട് അങ്ങോട്ട് മാത്രം ഇട്ട ബന്ധങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് തിരിച്ചും ഈ ഒരു 2025 നിങ്ങൾക്ക് തിരിച്ചുകൂടെ കിട്ടാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചും കിട്ടുമെന്ന് പറയാം. റിലേഷൻഷിപ്സിൽ ഇടുന്ന എഫേർട്ടിൻ്റെ കാര്യം പറയാം. നിങ്ങൾ അങ്ങോട്ടും ലൈക്ക് പരസ്പരം ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നല്ലൊരു ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടേണ്ട എഫേർട്ട്. ഓക്കെ, ആ രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ 6 of Cups ഉണ്ട്. ചിലർക്ക് മിസ്സിങ് എനർജി കാണുന്നുണ്ട്. നൊസ്റ്റാൾജിയ, മിസ്സിങ് എനർജി. ഓക്കെ, നിങ്ങൾ വളരെ ഐ തിങ്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്ന് പറയാം. ഇത് 6 of Cups നമ്മുടെ ജനറൽ ടാരോയിൽ നമ്മൾ കുട്ടികളെ റെപ്രസെൻറ്റ് ചെയ്ത് കാണാറുണ്ട്. സോ നിങ്ങളെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് എന്ന് പറയാം. ഓക്കെ, ചിലവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യും. ചിലവർക്ക് റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾ വളരെ അടുപ്പത്തോടെ നല്ല ഫ്രണ്ട്സ് പോലെ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ആരെങ്കിലും ഇപ്പോൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, കമ്മ്യൂണിക്കേഷൻ ശരിക്കില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ കുറേ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളൊരു വ്യക്തിയെ ആലോചിച്ചിട്ടാണ് കാണുന്നതെങ്കിൽ ആ വ്യക്തിയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടും കൂടുതൽ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് എന്തുണ്ടോ പരസ്പരം അത് നല്ലോണം തുറന്നു പറഞ്ഞും എക്സ്പ്രസ് ചെയ്തും ഐ തിങ്ക് നിങ്ങളെ കുറച്ചുകൂടി ഡെവലപ്പ് ആവുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ ആക്ച്വലി റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മുന്നോട്ടൊരു പ്രോഗ്രസ് എനിക്ക് കാണുന്നുണ്ട്. കുറച്ചുകൂടി ഡെപ്തിൽ നിങ്ങളെ അടുപ്പം വരാനും പരസ്പരം സ്റ്റാർ കാർഡും ഒക്കെ ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും യെസ്, 9 of Cups. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ലൈഫ് ഈ ഒരു റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകും. എന്തെങ്കിലും ഇവിടെ നെഗറ്റീവ് എനിക്ക് പറയാനൊന്നുമില്ല ശരിക്കും. അടുത്ത വർഷം ആക്ച്വലി വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ബട്ട് ഓക്കെ, ഡെയിലി അപ്പ് ആൻഡ് ഡൗൺസ് ചില കാര്യങ്ങൾ ഉണ്ടാവാം, അത് പ്രതീക്ഷിക്കണം. പക്ഷെ ഓവറോൾ എനിക്ക് എനർജി നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ട്, ചിലവർക്ക് മാരേജ് വരുന്നതായിട്ടും ചിലവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ഇതാണ്, കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. സോ വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്സ് മുന്നോട്ട് പോകും. ഓക്കെ, നല്ല ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരും. ഓക്കെ, ചിലവർക്ക് പുതിയ പേഴ്സണും ആവാം, അങ്ങനെയാവാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വൺ കന്നി മാസത്തിലേക്ക് പോവാം. കന്നി ഉത്രം 1/4 ഭാഗം, അത്തം ആൻഡ് ചിത്തിര എന്താ പറയുക 2 പാദം അല്ലേ ആദ്യത്തെ. ഓക്കെ, സോ നമുക്ക് അതിൽപ്പെട്ട ആൾക്കാർ കന്നിയിൽ ഉത്രം 1/4, അത്തം ചിത്തിര ആദ്യം 2 ഭാഗം. ഓക്കെ, നിങ്ങളുടെ ജനിച്ച മാസം അതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ഓവറോൾ 2025 എങ്ങനെ ഉണ്ടാവും നോക്കാം. ചിങ്ങം, കന്നി. ഓക്കെ, കന്നി മാസം നിങ്ങൾക്ക് കന്നി ജനിച്ചവർക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും നോക്കാം. ഉത്രം, അത്തം, ചിത്തിര നോക്കട്ടെ. Queen of Cups and 10 of Swords, Page of Wands, High Priestess, 4 of Pentacles, Ace of Cups. Okay. ഓക്കെ, ഇവിടെ ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അത് നിങ്ങളുടെ അമ്മയാവാം, ഓക്കെ പാരൻസ് എന്ന രീതിക്കാണ് തോന്നുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് ആവാം, ഓക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും ആയിരിക്കാം. നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് കെയർ കൊടുക്കുന്ന വ്യക്തികൾ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ജെൻസ് ആയാലും ലേഡീസ് ആയാലും കേട്ടോ, ഓക്കെ അങ്ങനെ എടുത്തോളൂ. പക്ഷെ നിങ്ങൾക്ക് ചില ബാക്ക് സ്റ്റാബിങ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു വർഷത്തിൽ നെഗറ്റീവ് പറയുമ്പോൾ നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട, കാരണം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൂക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു, നമ്മൾ നേരത്തെ അറിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെപ്പറ്റി നമ്മളൊന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക സിറ്റുവേഷൻസ് എന്ന രീതിക്ക് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വേദനകൾ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കാം, ഓക്കെ മേ ബി, കാരണം ഇവിടെ എൻഡിങ്ങിലേക്ക് നല്ലത് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സിറ്റുവേഷൻസ് നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. അത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചവർ നിങ്ങളെ എന്തെങ്കിലും ചീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം. ഓക്കെ, ഐ തിങ്ക് അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരാനുള്ള സാധ്യതയാണ്. ഐ തിങ്ക് അത് നിങ്ങളെ കുറിച്ച് വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്.
ഓക്കെ. പക്ഷേ അത് കഴിയുമ്പോൾ ഇവിടെ പേജ് ഓഫ് വോൺസ് ഉണ്ട് നമുക്ക്. ഓക്കെ, വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങളൊന്ന് മാറ്റി എടുക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ചില പുതിയ തുടക്കങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങും. ഓക്കെ, ഈ വേദനയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ തുടങ്ങും. അത് നിങ്ങളെ കുറെ കൂടി സ്പിരിച്വൽ ആക്കാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, ഇത് നിങ്ങൾ കുറെ കൂടി ദൈവത്തിലേക്ക് എടുക്കുക, വിശ്വാസങ്ങൾ നിങ്ങളുടെ ഡെവലപ്പ് ആവും, നിങ്ങൾ കുറെ കൂടി സ്പിരിച്വൽ ഒരു ജേർണിയിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ഒരുപാട് ഡെവലപ്പ് ആവും. അതായത് നിങ്ങൾക്ക് ചില നമ്മൾ പറയില്ലേ വേദനകൾ കിട്ടുമ്പോൾ, ചില നമ്മൾ അനുഭവിക്കുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, ആ രീതിക്ക് ഉള്ള ഡെവലപ്മെൻ്റ് ആണ് നിങ്ങളുടെ കാണുന്നത്. ഒരു കണക്കിന് നല്ലതാണ്. ഓക്കെ, ചിലപ്പോൾ ഇത് പാസ്റ്റിൻ്റെ കാര്യമായിരിക്കാം, പാസ്റ്റിലെ ചില വേദനകളായിരിക്കാം. ആ പാസ്റ്റിലെ വേദനകളിൽ നിന്ന് നിങ്ങൾ ഈ ഒരു വർഷം ഇനി പുറത്തു വരാൻ തുടങ്ങാൻ പോവാണ്. ഓക്കെ, അതായത് നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റിയെടുക്കും, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബെറ്റർ ആക്കി എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഇവിടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ സമയമായിട്ട് നെക്സ്റ്റ് ഇയർ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി ഗ്രോ ആവുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ വിട്ടുകളയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫൊർഗിവ് ചെയ്ത് ചില കാര്യങ്ങളെ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. ഓക്കെ, അത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെങ്ങനെയാണോ നിങ്ങളെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ രീതിയിൽ ഒന്നുമില്ലെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കും, ഞാൻ അത് റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്ന എന്ന രീതി പറയാം. നിങ്ങൾ അവനവനെ കെയർ ചെയ്യാൻ തുടങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുറേ നിങ്ങൾ അവനവൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന, അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ എത്തുന്ന പോലെയാണ്. അത് ചിലപ്പോൾ സ്പിരിച്വൽ ഗ്രോത്ത് ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ലൈക്ക് ഈവൻ ഫൈനാൻഷ്യൽ കാര്യങ്ങളുടെ ആയിരിക്കാം. എനിക്ക് എന്തെങ്കിലും, പക്ഷേ എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇമോഷണൽ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുമ്പോൾ മേ ബി എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അത് ഏത് തരത്തിലും ആവാം. ഓക്കെ, എവിടെയോ നിങ്ങൾ മേ ബി മറ്റുള്ളവരെ നിങ്ങൾ കെയർ ചെയ്യാം. അതായത് വേദനിപ്പിച്ച കാര്യങ്ങളുണ്ട് നിങ്ങളെ, ശരി തന്നെയാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ മറ്റുള്ളവരെ കൂടി വേദനകളിൽ നിന്ന് പുറത്തു വരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ. എവിടേക്കോ ഐ തിങ്ക് നിങ്ങൾ കുറേ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയും, അതിൽ നിങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കാനുണ്ട്, ലെസൺസ് പഠിക്കാനുണ്ട്. നിങ്ങൾ കുറേ കൂടെ നിങ്ങൾക്ക് ആക്ച്വലി ശരിക്കും യൂണിവേഴ്സ് എവിടേക്കോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇൻറ്റ്യൂട്ടീവ് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അത് യൂസ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ പവേഴ്സ് നിങ്ങൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്പിരിച്വൽ പവേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക, മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ തുടങ്ങാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എവിടെയും എല്ലാ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് സന്തോഷവും സ്നേഹവും എല്ലാം കിട്ടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് അതിന് നിങ്ങൾ കുറേയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഫൊർഗിവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത് മെയിനായിട്ട്. ആക്ച്വലി ഇവിടെ ഇതുണ്ടായിരുന്നു, യെസ്, ഞാൻ ഷഫിൾ ചെയ്തിട്ടും അത് തന്നെ നിന്നു. സോ ദാറ്റ് മീൻസ് യെസ്, നിങ്ങൾക്ക് ചില ചതിവുകൾ പറ്റാനും അല്ലെങ്കിൽ ഓൾറെഡി പറ്റിയിട്ടുണ്ടാവാം. അതിൽ നിന്ന് നിങ്ങൾ ചില ലെസൺ പഠിച്ച് നിങ്ങളൊന്ന് മേലെ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ എന്ത് കാര്യത്തിലും ആവാം കേട്ടോ, ഫൈനാൻഷ്യൽ കാര്യത്തിലാവാം, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലാവാം, എന്തുമാവാം. ഓക്കെ, 1-2 കാർഡ് കൂടി എടുക്കാം നിങ്ങൾക്ക്. സോറി. ഓക്കെ, യെസ്, ചിലത് വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നിങ്ങളുടെ സ്വന്തം ഗ്രോത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ചിലത് വിട്ടുമാറി പോകുമെന്ന് കാണുന്നുണ്ട്. അതിപ്പോൾ ബന്ധങ്ങളായാലും ശരി, ജോലി, കരിയർ, അങ്ങനത്തെ കാര്യത്തിലായാലും ശരി, നിങ്ങൾക്ക് നല്ലതല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ മാറിപ്പോകും. ഓക്കെ, ജസ്റ്റിസ് ആണ് ഇവിടെ കാണുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ജസ്റ്റിസ് തരും. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നുണ്ട്, ഹാപ്പിനെസ് വരുന്നുണ്ട് എല്ലാ തരത്തിലും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഓക്കെ, ഇനി ഈ 2025 നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആണ് എനിക്ക് കാണുന്നത്, നിങ്ങളുടെ ഡെവലപ്മെൻ്റ് ആണ് എനിക്ക് കാണുന്നത്. സെൽഫ് ലവിലേക്ക് വരിക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ കുറേ ഐ തിങ്ക് ഇവിടെ വേറെ നിങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ കാണുന്നില്ല. നിങ്ങളുടെ ഗ്രോത്ത് അത് പലതരത്തിലായിരിക്കാം. ഓക്കെ, മറ്റുള്ളവർ ചിലപ്പോൾ എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത അത്രയും ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരുമെന്നും കാണുന്നുണ്ട്. പക്ഷെ അതിന് ഞാൻ പറഞ്ഞ പോലെ ആൻഡ് ഇവിടെ ഫാമിലി, ഹാപ്പിനെസ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്ക് സന്തോഷം എല്ലാ തരത്തിലും നിങ്ങൾക്ക് സന്തോഷം വരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബട്ട് ചിലത് നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങളെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്. ഈ വർഷം ഐ തിങ്ക് നിങ്ങൾ അത് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന രീതിക്ക് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില ലെസൺസ് നിങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു വർഷം നിങ്ങളത് യൂസ് ചെയ്ത് നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, അതിപ്പോൾ നമ്മൾ പൈസ കുറേ ഉണ്ടാക്കുക അങ്ങനെയല്ല, പക്ഷെ നിങ്ങളുടെ ഒരു സന്തോഷം, സമാധാനം ആൻഡ് അത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ 2025 ഐ തിങ്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ടൈം ആയിരിക്കാം നിങ്ങൾക്ക്.
ഓക്കെ, ഇത് നമ്മുടെ കന്നി രാശി, ഉത്രം മുക്കാല്, അത്തം, ചിത്തിര പകുതി. ഓക്കെ, നമുക്ക് നോക്കാം 2 പാദം അല്ലേ. കന്നി മാസക്കാർക്ക് നിങ്ങൾക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ എന്താ കാണുന്നത് നോക്കാം. നൈറ്റ് ഓഫ് കോയിൻസ് ഉണ്ട്, 5 കോയിൻസ്, 6 ഓഫ് സോർഡ്സ്, മൂവിങ് ഓൺ, കിങ് ഓഫ് wands and 10 of coins. Awesome. Yes, ഇമോഷണൽ നിങ്ങൾക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ റീഡിങ്ങും ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് പറയാം, മീൻസ് അതിലുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. നിങ്ങൾക്ക് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. ഓക്കെ, പുതിയൊരു വ്യക്തി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഓഫർ പുതിയത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഐ തിങ്ക് ചിലത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നിൽ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കാതിരിക്കുക, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഐ തിങ്ക് ഈ 2025 നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് കിങ് ഓഫ് wands ഉണ്ട് ഇവിടെ, നിങ്ങളുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം കഴിവുകളുണ്ട് നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, അതിനെയൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് അബൻഡൻ്റ് ആക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ചിലത് പിന്നിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറായി, നിങ്ങൾ വിട്ടുകളഞ്ഞ് മൂവ് ഓൺ ചെയ്യും. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഐ തിങ്ക് മൂവ് ഓൺ ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത് ഇവിടെ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വ്യക്തി വരുന്നതുമായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, ചിലപ്പോൾ ഒരു പുതിയ വ്യക്തി നിങ്ങൾക്ക് ഓഫറുമായിട്ട് വരും എന്ന രീതിക്കും പറയാം. ഓക്കെ, ചിലത് നിങ്ങൾ പിന്നിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്സിൽ ഇപ്പോൾ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്ത നിങ്ങൾ വിട്ട് കളയേണ്ടി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വിട്ട് കളയണം. ഓക്കെ, എന്നുള്ള കാര്യമാണ് കാണുന്നത്. അപ്പോൾ അത് വിട്ടുകളഞ്ഞ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സമാധാനം വരും. ഓക്കെ, നിങ്ങളുടെ പുതിയ വ്യക്തി വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, കുറച്ചുകൂടി നിങ്ങളോട് യെസ്, ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എവിടെയോ, അല്ലെങ്കിൽ പഴയ വ്യക്തി തന്നെ ചിലപ്പോൾ നല്ലൊരു കുറച്ച് ചേഞ്ച് ആയിട്ട് വരുന്നതുമായിരിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുന്ന കാര്യവുമായിരിക്കാം, രണ്ടും പറയാം എവിടെയോ. പക്ഷേ നിങ്ങളുടെ ഒരു അബൻഡൻസ് എന്ന രീതിക്ക് കാണുന്നുണ്ട് എനിക്ക്. അത് മാത്രമല്ല, ഓക്കെ, ഫാമിലി എന്ന് പറയുമ്പോഴും ഓക്കെ, ഇതും ഇവിടെ ഫാമിലിയുടെ റെപ്രസെൻറ്റേഷനും ഉണ്ട്. 10 ഓഫ് കോയിൻസ് പറയുമ്പോൾ നമ്മൾ ഹാപ്പി ഫാമിലി എന്ന രീതിയിലാണ്. ഓക്കെ, അതും നേരത്തെ ഞാൻ ഐ തിങ്ക് കണ്ടിരുന്നു. സോ യെസ്, ഐ തിങ്ക് ഇവിടെ ഒരു ഫേസ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഫേസ് മാറി വരികയാണ്. അതിൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യം തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങൾ കുറേ കൂടി ഇത് യെസ് ബ്ലൂ ആൻഡ് പർപ്പിൾ ആണ്. ബ്ലൂ ആൻഡ് പർപ്പിൾ കൂടുതൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വേദനിപ്പിച്ച വ്യക്തികളിൽ നിന്നായാലും ശരി, ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ മാറിപ്പോകുന്നുണ്ടാവും. ആൻഡ് ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു പുതിയ ബന്ധം നിങ്ങൾക്ക് തുടങ്ങുന്ന പോലെയും പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു സമാധാനവും പീസും ഹാപ്പിനെസ്സും എല്ലാം വരുന്നതായിട്ടും ആണ് കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു വർഷം ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയുമ്പോൾ, കന്നി മാസക്കാർക്ക് നിങ്ങൾക്ക് പറയുമ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച്, അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നല്ലതല്ലാത്തത് ഐ തിങ്ക് അത് നിങ്ങൾ വിട്ടുമാറി നിങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ആ സെയിം പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സിറ്റുവേഷൻ ആയിട്ട് വരും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ബന്ധങ്ങൾ ബെറ്റർ ആവും. ഐ തിങ്ക് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ കുറേ സ്പിരിച്വൽ മാറ്റങ്ങളാണ് നിങ്ങളിൽ കാണാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു വർഷം നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്, 2 തരത്തിലും പറയുമ്പോൾ. ഓക്കെ, സോ ഓക്കെ, അതാണ് കന്നിക്കാർക്ക്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തുലാം കൂടി ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. തുലാം, നിങ്ങൾ ജനിച്ചത് തുലാം ആണെങ്കിൽ ചിത്തിര ആദ്യത്തെ 2 പാദം, ചോതി, വിശാഖം, മുക്കാല്, ഓക്കെ, അതിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ, തുലാം രാശിയിലാണെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് നമുക്ക് 2025 എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആദ്യം, അത് കഴിഞ്ഞാൽ ബന്ധങ്ങളെ കാര്യം കൂടി ഒന്ന് എടുക്കും ഞാൻ. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ 2025 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക്. തുലാം രാശിക്കാർക്ക് ചിത്തിര, ചോതി, വിശാഖം, മുക്കാല്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഓക്കെ, 4 of Pentacles, 5 of Cups, ഡെത്ത് കാർഡാണ്, 8 of Swords, 6 of Swords, 3 of Cups. ഓക്കെ, ഇവിടെ ആദ്യം കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ
ആക്ച്വലി ഐ തിങ്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ സിമിലർ വരുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ചില കാര്യങ്ങൾ. ഓക്കെ, ഇവിടെയും നിങ്ങൾക്കുള്ള ഒരു ആദ്യത്തെ ഒരു കാര്യം പറയുന്നത്, ഒന്ന്, നിങ്ങൾ ചിലത് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളുണ്ടാവാം. ഓക്കെ, അതിനെയൊക്കെ തുറന്ന് എക്സ്പ്രസ് ചെയ്യുക എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചിലത് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതിനെ ലെറ്റ് ഗോ ചെയ്യണം എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ പാസ്റ്റിലെ നഷ്ടങ്ങളെക്കുറിച്ചായിരിക്കാം, പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. നിങ്ങൾ ഇപ്പോഴും ചില കാര്യത്തിൽ നിങ്ങൾ വിട്ടുമാറാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. അതിനെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് പിന്നെ ചിലത് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പണം സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം എന്ന രീതിക്കും പറയാം. 2-3 കാര്യങ്ങളാണ്. സോറി, ഈ ഒരു കാർഡിൽ തന്നെ മീനിങ് നമ്മൾ അങ്ങനെയല്ല പലതും എടുക്കാം, കാരണം ഒരുപാട് പേര് കാണുന്നതാണ്. സോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചിലവർക്ക് ഇവിടെ നിങ്ങൾക്ക് പണം സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം എന്ന രീതി പറയാം. ഒരുപാട് ചിലവാക്കണ്ട, കുറച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യൂ എന്ന രീതി പറയാം. ചിലവർക്ക് പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല, വേണ്ടവിടെ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചിലവ് വേണ്ടി വന്നേക്കാം. അതും ആലോചിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ 5 of Cups ഉണ്ട്. ഓക്കെ, 5 of Cups ചില നഷ്ടങ്ങളുടെ കാര്യം കാണുന്നുണ്ട്. ചിലവർക്ക് മേ ബി ഇതായിരിക്കാം, പണത്തിൻ്റെ നഷ്ടമായിരിക്കാം. സോ പണം നഷ്ടം വരാതെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, വേണ്ടവിടെ ചെയ്യാനും വേണ്ടാത്തവിടെ ഒന്ന് ഐ തിങ്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടാവാം. ചിലവർക്ക് ചില പണനഷ്ടങ്ങൾ, ധനനഷ്ടം എന്ന രീതിക്ക് നമുക്ക് പറയാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഇമോഷണൽ ലോസ് എന്ന രീതിയിലും പറയാം. ഓക്കെ, എന്തോ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ലേശം മോശമാവാനുള്ള ഒരു സാധ്യതയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡെത്താണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയാം, ട്രാൻസ്ഫോർമേഷൻ വരുന്നു. ഓക്കെ, ചില കാര്യങ്ങളുടെ മാറ്റം. ആ ഒരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്താണോ നിങ്ങളെ തടയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന ചില ലിമിറ്റേഷൻസ് എന്ന് പറയാം, ആ ലിമിറ്റേഷൻസ് നിങ്ങൾ പുറത്തു വരും. ഓക്കെ, എനിക്കിവിടെ അങ്ങനെയാണ് തോന്നുന്നത്. യെസ്, മൂവിങ് ഓൺ എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. ഒന്ന്, നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ മെൻ്റലി ഡൗൺ ഒക്കെ ആണെങ്കിൽ, ഓക്കെ, ഇപ്പം നിങ്ങൾ മെൻ്റലി ഡൗൺ ആണ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ തുടങ്ങും. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു ഇയർ സ്റ്റാർട്ടിങ്ങിൽ 2025 സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾ വല്ലാതെ ഒരു ഇമോഷണൽ ആയിട്ടൊക്കെ ഫീൽ ചെയ്യാം, നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാം, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കാം. ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറേണ്ട ഉണ്ടാവും, പക്ഷെ അത് നിങ്ങൾ വിട്ട് കളയാൻ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചില ചിന്താഗതികൾ, അത് ചിലതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ മുന്നോട്ട് ഈ ഒരു ഇയർ മുന്നോട്ട് പോകുമ്പോൾ ഐ തിങ്ക് നിങ്ങളിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ഒരു മാറ്റമാണ് എനിക്ക് കാണുന്നത്, ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. ചിലത് നിങ്ങൾക്ക് എൻഡായി പോവും. ഓക്കെ, ചിലത് നിങ്ങൾക്ക് പുതിയത് വരും എന്നും പറയാം. അതിപ്പോൾ ബന്ധങ്ങളുടെ കാര്യങ്ങളായാലും ജോലി അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ലൈക്ക് ടോട്ടലി ഒരു ചേഞ്ച് വരുന്ന ഒരു സമയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ 8 of Swords കാർഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഓൺ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. അതായത് നിങ്ങൾ തന്നെ അവനവനെ തടഞ്ഞു നിർത്തുന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ തോന്നുന്ന അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു മൂവിങ് കാണുന്നുണ്ട്. സോ മുന്നോട്ട് നിങ്ങളൊരു ചിലവർക്ക് മാറ്റം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ യാത്ര മാറ്റം, സ്ഥലം മാറ്റം, ജോലി മാറ്റം, ചിലവർക്ക് അബ്രോഡ് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് നടക്കും എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ 3 of Cups സെലിബ്രേഷൻ ആണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വന്ന് നെക്സ്റ്റ് ഇയർ എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെയധികം സന്തോഷങ്ങൾ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടാവാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മാറ്റിയെടുക്കാനും ലൈഫിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും കുറച്ച് സമയമെടുക്കും നിങ്ങൾക്ക്. ഓക്കെ, ബട്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ തന്നെ സെൽഫ് ഡൗട്ട്സ്, എന്താ പറയുക, നമ്മളെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയും. നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ്. ബട്ട് എവിടെയോ അത് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം എന്നൊരു അഡ്വൈസ് ഉണ്ട്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ ചില നഷ്ടങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം, ചില പണനഷ്ടങ്ങളൊക്കെ വരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പിന്നെ ചെയ്യാൻ പേടിയാവും അല്ലേ. ബട്ട് ഐ തിങ്ക് ആ ഒരു കുറേ മാറ്റങ്ങൾ നിങ്ങളിൽ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലവർക്ക് നിങ്ങൾ പുറത്തു പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. നിങ്ങളുടെ ലൈഫ് തന്നെ മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട് പോകും എന്നാണ് കാണുന്നത്. ആൻഡ് 2025 എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ, സെലിബ്രേഷൻസ് എല്ലാം കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഇതിപ്പോൾ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഓക്കെ, 2025 നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു ഡെത്ത് എപ്പോഴും നല്ലതാണ്. ഡെത്ത് കാർഡ് എപ്പോഴും പറയുമ്പോൾ നമുക്ക് ശരിക്കും വലിയ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ പറഞ്ഞാൽ ചിലത് അവസാനിച്ചു പോകും, പക്ഷെ ചിലത് പുതിയത് തുടങ്ങുകയും ചെയ്യും. ആ മാറ്റങ്ങൾ ആവശ്യമാണ്. 1-2 കാർഡ് കൂടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ബാലൻസ്. ഓക്കെ, ടെമ്പറൻസ്, ബാലൻസ്, കൺഫ്യൂഷൻ, തീരുമാനങ്ങൾ. ഓക്കെ, യെസ്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കണം. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഞാനതാ പറഞ്ഞത്,
ഇങ്ങനെ പെട്ട് നിൽക്കുന്നതിൽ നിന്ന് നിങ്ങൾ തന്നെ പുറത്തു വരാൻ തുടങ്ങണം. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് വേണ്ടി വരും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതായത് ചില ആഗ്രഹങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലത് വരാനുണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചില കോംപ്രമൈസസ്, ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ കോംപ്രമൈസ് വേണ്ടി വരും. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് 2025 ചില വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഈ ഡെത്തിൻ്റെ ആയിരിക്കാം, ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾക്ക് ചില വലിയ തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ആ തീരുമാനങ്ങൾ അഗെയിൻ ഇത് വിട്ടുപോകുന്നു. ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ കാർഡ്സ് ആണ്. ഓക്കെ, ഇത് 6 of Swords ആൻഡ് 5 of Pentacles ആണ്. ഇത് നമുക്ക് ശരിക്കും കുറച്ച് പണനഷ്ടം എന്ന രീതിക്കാണ് പറയുക. അതായത് നിങ്ങൾ എന്തെങ്കിലും മാറിപ്പോകുമ്പോൾ ചെറിയ ലോസസ് അവിടെ ഉണ്ടാവും പിന്നിൽ. ഓക്കെ, ബട്ട് അത് നിങ്ങൾ തടഞ്ഞു നിർത്തരുത്. ഓക്കെ, നിങ്ങൾ തടയാൻ ഇടവയ്ക്കരുത്. അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, വളരെ സ്ട്രോങ് ആവാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പ്ലാനിങ് ഒക്കെ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ലൈഫിൽ നിങ്ങൾക്ക് 2025 എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കാണും. ഓക്കെ, ഒരു ഹാഫ് എടുത്തോളൂ. ഓക്കെ, ആദ്യത്തെ സ്റ്റാർട്ടിങ് മേ ബി നിങ്ങൾ കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യാനുള്ള സാധ്യതയാണ്. എന്ത് വേണം എന്നൊക്കെ തീരുമാനിക്കാനൊക്കെ ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഓക്കെ, മുന്നോട്ട്. ഓക്കെ, ഓക്കെ, തുലാം രാശിക്കാര്, ചിത്തിര, ചോതി, വിശാഖം, മുക്കാല്. ഓക്കെ, നിങ്ങൾക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ എന്താ കാണുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഈ 2025 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതിൽ ഇവിടെ ടാരോയില് പ്രശ്നം എന്താന്ന് വെച്ചാൽ കുറെ കൂടി ജനറൽ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുക. പിന്നെ നല്ല ഡീറ്റെയിൽ റീഡിങ് ആവണം, അതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ കൂടുതൽ പറയാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പിന്നെ ഓരോ രാശിയായിട്ട് ഞാൻ ചെയ്യാൻ നിൽക്കാം. ഓക്കെ, എന്തായാലും ഓവറോൾ നമുക്ക് നോക്കാം. ബന്ധങ്ങളിൽ Ace of Cups, 4 of Wands, 9 of Swords, Knight of Coins and Queen of Cups. Oh my God, Tower card. Yes, നേരത്തെ ഡെത്ത് വന്നു, ഇവിടെ ടവർ വന്നു. ഓക്കെ, ചില നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ സത്യം പറയാനുണ്ടല്ലോ, നിങ്ങളുടെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നുണ്ട്. ഓക്കെ, ഒരു പുതിയ വ്യക്തി വരുന്നുണ്ട്, ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഉള്ള പേഴ്സൺ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സ്നേഹം എന്ന രീതിയിൽ നിങ്ങൾ വളരെയധികം അടുപ്പവും അങ്ങനെ ഡെവലപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. മാരേജ് വരെ എത്താനുള്ള സാധ്യതയാണ്. 4 of Wands മാരേജ് കാർഡാണ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ സ്റ്റെബിലിറ്റി വരും. ഓക്കെ, വേറെ കാര്യങ്ങളിൽ നിങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതിൽ ബന്ധങ്ങളിൽ നല്ലതും ഉണ്ടാവും. ഓക്കെ, ടെൻഷൻ വേണ്ട. ആൻഡ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന്. ഓക്കെ, നിങ്ങൾ ഒരുപാട് എന്താവും എന്നുള്ള ചിന്തകളായിരിക്കാം. ഓക്കെ, ഇവിടെ വല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന കാണുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഇത് ശരിക്കും ഓവർ തിങ്കിങ്ങിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഐ തിങ്ക് ബട്ട് എല്ലാത്തിനെ കുറിച്ചും നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ നമ്മുടെ ജനറലിലും പറഞ്ഞു, ഞാൻ ഐ തിങ്ക് നിങ്ങൾ മൈൻഡിൽ നിങ്ങളുടെ സ്വയം കുറേ ചിന്തകളുണ്ട്. അതാണ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു പേഴ്സൻ്റെ ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് എനർജി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ നല്ല അടുപ്പവും സ്നേഹവും എല്ലാം ഉണ്ടാവും. ഓക്കെ, ബട്ട് നിങ്ങൾ ഈ ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. സൂക്ഷിക്കാം. ഓക്കെ, കാരണം ഇവിടെ ടവർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങളുടെ പേടികളാണ്. ദറ്റ് ഇത് എന്തായി പോവോ, ഇതെന്തെങ്കിലും പ്രശ്നം വരുമോ, ഞാൻ ചീറ്റ് ചെയ്യപ്പെടുമോ, ചതിക്കപ്പെടുമോ, അങ്ങനെയൊക്കെയുള്ള പേടികൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ, ഈ ഫിയേഴ്സ് ആണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഫിയേഴ്സ് ആണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിൽ നിന്ന് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ഫിയേഴ്സ് ആണ്, നിങ്ങളുടെ പേടികളാണ്. ഓക്കെ, ഈ ബന്ധം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ബന്ധമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക. ഓക്കെ, അത് നിങ്ങൾ ഓവർ തിങ്കിങ് കൊണ്ട് അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട് വെറുതെ നിങ്ങളായിട്ട് കേടുവരുത്തണ്ട. ഓക്കെ, വാർണിംഗ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു 2025 നിങ്ങൾക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ ഈ ഓവർ തിങ്കിങ് നിർത്തണം. ഓക്കെ, ഓവർ തിങ്കിങ് സ്ട്രെസ് നിർത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വലിയ മേജർ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾ ഈ ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ബി വെരി കെയർഫുൾ. ഓക്കെ, സോ നല്ല ഒരു ഇയർ ആണ് നിങ്ങൾക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, എല്ലാം കൊണ്ടും നല്ലതായിരിക്കട്ടെ. ഞാനിപ്പോൾ നമ്മൾ ചെയ്തത് 3 രാശികൾ ചെയ്തു. ചിങ്ങം, കന്നി, തുലാം ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നാളെ ബാക്കി ഇടാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.